ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് മുമ്പിലുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലുള്ള 15ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 48 സെൻറ്റിമീറ്റർ ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:3. അങ്ങനെയാണെങ്കിൽ നീളം പ്ലസ് വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ നീളവും വീതിയും കണക്കാക്കണം. പിന്നെ വീതി 1 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നുള്ളതും കണക്കാക്കണം. അപ്പോൾ നോക്കൂ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് നീളം പ്ലസ് വീതി എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ചുറ്റളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 48 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുന്നത്? 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്. 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് 48 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? ആ 2നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ 48 ഹരിക്കണം 2 ആവും. 2 ഗുണിക്കണം നീളം പ്ലസ് വീതി അല്ലേ? അത് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് 48നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നീളം വീതിയും കൂട്ടിയാൽ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നീളവും വീതിയും എത്രയാണെന്ന് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നീളവും വീതിയും കൂട്ടിയാൽ എത്രയാണെന്ന് അറിയാം. അതുപോലെ അംശബന്ധം, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് പറയാം. എത്രയാണ്? 5:3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് വേണം നമുക്കത് കണക്കാക്കാനായിട്ട്. അപ്പോൾ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 5:3 ആയതുകൊണ്ട് തന്നെ നീളത്തിന് നമുക്ക് 5x എന്നും വീതിക്ക് നമുക്ക് 3x എന്നും കൊടുക്കാം അല്ലേ? അപ്പോൾ നീളവും വീതിയും കൂടിയും കൂട്ടിയാൽ 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 5x 3x കൂട്ടിയാലാണ് 24 അല്ലേ? അപ്പോൾ 5x 3x കൂട്ടുമ്പോൾ 8x 24 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 24 ഹരിക്കണം 8 അല്ലേ? 8 ഇൻറ്റു x ആണ് 24. അപ്പോൾ ആ 8നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും. അപ്പോൾ x 24 ഹരിക്കണം 8 എന്ന് കിട്ടി. 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 3. അപ്പോൾ എക്സിൻ്റെ വില 3 എന്ന് കിട്ടി. നീളം എന്ന് പറയുന്നത് 5x ആണ്. അപ്പോൾ പിന്നെ എക്സിന് പകരം 3 എന്ന് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 3 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വീതിയോ? വീതി 3x ആണ്. 3 ഇൻറ്റു 3 9 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. ഇനി എക്സ് ഉപയോഗിച്ചിട്ടല്ലെങ്കിൽ അതിനെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് നീളത്തിന് പിന്നെ 24ൻ്റെ പിന്നെ 8ൽ 5 ഭാഗം അല്ലേ? 5 പിന്നെ നീളത്തിൻ്റെ റേഷ്യോ വരുന്നത്. അത് 5 3 കൂടെ കൂട്ടിയാൽ 8ൽ 5 ആണ്. അപ്പോൾ 24 ഇൻറ്റു 5/8 കണ്ടാലും എന്ത് കിട്ടും? നീളം കിട്ടും. അതുപോലെ 24 ഇൻറ്റു 3/8 കണ്ടാൽ വീതിയും കിട്ടും. അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? 15 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്ററുമായിട്ട് നീളവും വീതിയും കിട്ടും. ഇനി ഇതിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വീതി 1 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വീതി ഇപ്പോൾ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 1 സെൻറ്റിമീറ്ററും കൂടി കൂട്ടുമ്പോൾ എത്ര ആവും? 10 സെൻറ്റിമീറ്റർ ആവും. അപ്പം നീളം 15 സെൻറ്റിമീറ്റർ ആണ്. വീതി 10 ആയാൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? 15:10 എന്ന് എഴുതാം അല്ലേ? പക്ഷെ നമുക്ക് അംശബന്ധം എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതണം. 15:10നെ നമുക്കൊന്ന് ചെറുതാക്കണം. അപ്പോൾ 15ൽ 3 അഞ്ചുണ്ട്, 10ൽ 2 അഞ്ചുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചെറുതാക്കുമ്പോൾ എന്താവും? 3:2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ കിട്ടുന്നത്? 3:2. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിലുള്ള അളവിൽ ചതുർഭുജം വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ അളവുകളൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം നമുക്ക് PQ 6 സെൻറ്റിമീറ്റർ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. PQന് 6 സെൻറ്റിമീറ്ററിലൊരു വര വരച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് Qയിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്ററിൽ കോമ്പസ് ഉപയോഗിച്ച് ഒരു ആർക്ക് വരച്ചു കൊടുക്കണം. പിന്നെ Pയിൽ നിന്ന് 8 സെൻറ്റിമീറ്ററിലും കോമ്പസ് ഉപയോഗിച്ചിട്ടൊരു ആർക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 2 ആർക്കും കൂടെ ജോയിൻ്റ് ആവണ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് Qയിൽ നിന്നും ലൈന് വരയ്ക്കുക, Pയിൽ നിന്നും ലൈന് വരയ്ക്കുക. അപ്പോൾ നമുക്ക് PR-ഉം QR-ഉം കിട്ടും. ഇനി അതിനുശേഷം നമുക്ക് Pയിൽ നിന്ന് 7 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക, 6ൽ നിന്ന് 4 സെൻറ്റിമീറ്ററിൽ വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. അത് ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തിന് നമുക്ക് എസ് എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് PS-ഉം Pയിൽ നിന്ന് എസ്സിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. അതുപോലെ 6ൽ നിന്ന് എസ്ക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ അളവിലുള്ള ഒരു ചതുർഭുജം നിർമ്മിക്കാൻ പറ്റും. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. x = -5, y = -6, z = 4. അങ്ങനെയാണെങ്കിൽ x - y എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ x - y ഇൻറ്റു z എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ x - y ഇൻറ്റു z, xz - yz ഇവ തുല്യമാണോ എന്ന് പരിശോധിക്കുകയും വേണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x - y കാണാനാണ് അല്ലേ? x -5 ആണ്, y -6 ആണ്. അപ്പോൾ x - y എന്ന് പറയുമ്പോൾ -5 കുറക്കണം -6.
അപ്പോൾ നോക്കൂ, അതിൽ 2 മൈനസ് അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്താവും? പ്ലസ് ആവും. അപ്പോൾ അതെങ്ങനെ എഴുതാം? -5 + 6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കൂ, ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ 6ന്ന് 5 കുറക്കുക. അപ്പോൾ 1 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്, പോസിറ്റീവ് ആണല്ലേ. അപ്പോൾ അത് ഇടണമെന്നില്ല. അപ്പോൾ ആൻസർ എത്ര കിട്ടിയേ? 1 എന്ന് കിട്ടി. അപ്പോൾ x - y എന്ന് പറയുന്നത് 1 ആണ്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ x - y × z കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ x - y എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1 ആണ്. അതിനെ ഇൻറ്റു z ചെയ്താൽ മതി. z 4 ആണ്. അപ്പോൾ 1 × 4 കണ്ടാൽ മതി. 1 × 4 എത്രയാണ്? 4. അപ്പോൾ x - y × z എത്രയാണ്? 4 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യന് x - y × z-ഉം xz - yz-ഉം തുല്യമാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x - y × z 4 ആണ്, നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി xz - yz എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ xz - yz എത്രയാണ്? x എന്ന് പറയുന്നത് -5 ആണ്, z 4 ആണ്. അപ്പോൾ -5 × 4 -6 × 4 കണ്ടുപിടിക്കുക. അപ്പോൾ -5 × 4 എത്രയാണ്? 4×5 20 ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസും ആണ്. അപ്പം -20 എന്ന് കിട്ടും. കുറക്കണം. പിന്നെ എത്രയാണ്? -6 × 4. -6 × 4 എന്ന് പറയുമ്പോൾ 6 4 24 ആണ്. അപ്പോൾ അതിന് പ്ലസും മൈനസും ഗുണിക്കുമ്പോൾ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -24 എന്നും കിട്ടും. അപ്പോൾ -20 -24. 2 മൈനസ് അടുത്തുണ്ട്, അത് പ്ലസ് ആവും. അപ്പോൾ -20 + 24 എന്ന് കിട്ടൂലേ. അപ്പോൾ 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ 24ന് 20 കുറക്കുമ്പോൾ 4 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് തന്നെയാണ്, പ്ലസ് തന്നെയാണ്. അപ്പോൾ നമുക്കതിന് ചിഹ്നം ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ 4 തന്നെ കിട്ടിയില്ലേ. അപ്പോൾ നോക്കൂ, x - y × z 4 ആണെന്ന് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു. ഇതും എന്തുതന്നെയാണ്? xz - yz എന്തുതന്നെയാണ്? 4 തന്നെയാണ്. അപ്പോൾ അത് തുല്യമാണ്, നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. അപ്പോൾ നമ്മളതും കൂടെ എഴുതി കൊടുക്കണം. ഇനി നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ഗണിതാശയം വായിച്ച് മനസ്സിലാക്കി തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആശയം തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? 2² + 1² = 3² - 2 × 2 × 1. അതുപോലെ അതിൻ്റെ താഴെ ഒന്നുകൂടെ തന്നിട്ടുണ്ട്. 3² + 2² = 5² - 2 × 3 × 2 എന്നാണ്. അപ്പോൾ ഇനി അതിൻ്റെ താഴെ വരുന്നത് വിട്ടത് എന്താണെന്ന് എഴുതണം. അപ്പോൾ അതിൻ്റെ താഴെ തന്നിട്ടുണ്ട്, 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക സംഖ്യകളുടെ തുകയുടെ വർഗ്ഗത്തിൽ നിന്നും സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങ് കുറയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിലാണ് അടുത്ത വരി എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് എഴുതുക? അപ്പോൾ ആദ്യത്തെ വരിയിലുള്ളത് 2² + 1² അങ്ങനെയാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 3² + 2² ആണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് എന്താണ്? 4² ആണ് അല്ലേ. 4² പ്ലസ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ, അതായത് 3². അപ്പോൾ 4² + 3² എന്ന് എഴുതുക. എന്നിട്ട് ഈക്വൽ ടു 4 3 കൂടെ കൂട്ടിയാൽ 7. അപ്പോൾ 7ൻ്റെ സ്ക്വയറിന്ന് മൈനസ് 2 കോൺസ്റ്റൻ്റ് ആണ്, 2 അതുപോലെ എഴുതുക. ഇൻറ്റു പിന്നെ 4 × 3 എന്ന് കൊടുക്കുക അല്ലേ. 4 3 അല്ലേ സംഖ്യകൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 4 × 3 എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത വരി കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 8² + 7² = പിന്നെ 8ഉം 7ഉം കൂട്ടിയ 15 അല്ലേ. 15² മൈനസ് പിന്നെ 2 അവിടെ സ്ഥിരസംഖ്യയാണ്. അപ്പോൾ 2 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ എന്താ കൊടുക്കേണ്ടത്? 8 × 7 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. എന്താണ് 8 × 7 ആയത്? നമ്മൾ ആദ്യം എടുത്തത് 8² + 7² ആണ്. അതുകൊണ്ടാണ് 8 × 7 എന്ന് വന്നത്. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 20² + 10² ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വരിക? 20ഉം 10ഉം കൂടെ കൂട്ടുക. അപ്പോൾ 30 അല്ലേ. 30² മൈനസ് 2 ഇൻറ്റു പിന്നെ 20 × 10 അങ്ങനെയല്ലേ എഴുതേണ്ടത്. 30² മൈനസ് 2 അവിടെ സ്ഥിരസംഖ്യയാണ്, ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? 20 × 10 എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. a² + b² = എത്രയാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 2 സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ, അതായത് എയും ബിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ ഇല്ല. a + b² മൈനസ് 2 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ എന്താ ചെയ്യേണ്ടത്? a × b അങ്ങനെയല്ലേ എഴുതേണ്ടത്. ഓക്കെ. a + b² മൈനസ് 2 ഇൻറ്റു a × b എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.